സാർ, ഇപ്പോൾ വലിയൊരു ഡിസ്കഷൻ നടക്കുന്നത് കോൺഗ്രസിൻ്റെ 1700 കോടി രൂപയുടെ ടാക്സ് അടച്ചിട്ടില്ല, അതുകൊണ്ട് ടാക്സ് അടക്കാൻ പറഞ്ഞിട്ട് ഇൻകം ടാക്സിൽ നിന്ന് കടലാസ് വന്നിരിക്കുന്നതാണ്. പിന്നെ തൊട്ടടുത്ത് നമ്മൾ വാർത്ത കേൾക്കുന്നത് CPIയുടെയും ടാക്സ് അടക്കാത്തതിന് ടാക്സ് അടക്കണം എന്ന് കാണിച്ചുകൊണ്ട് നോട്ടീസ് വരികയാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഈ മാർച്ച് 31 ആകുന്ന സമയത്ത് ഇൻകം ടാക്സ് എല്ലാ സ്ഥലങ്ങളിലും പരതി മാക്സിമം പണം ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമം നടത്താം. വ്യക്തികളെന്ന നിലയ്ക്ക് നമുക്കുമൊക്കെ ഇതൊക്കെ ബാധകമാണ്. നമ്മളുടെ അടുത്തും ആളുകൾ പണം ചോദിക്കും, പക്ഷെ നമ്മൾ ടാക്സ് അടച്ചില്ലെങ്കിൽ ചിലപ്പോൾ വീടിൻ്റെ ടാക്സ് ആയിരിക്കും നമ്മളെ അടക്കാത്തത്. അത് ചോദിച്ചുകൊണ്ട് നമുക്ക് കടലാസ് വരും. ഇത് ഒരു സ്വാഭാവികമായിട്ടുള്ള സാമ്പത്തിക ഇടപാടും സാമ്പത്തിക പ്രക്രിയ ആയിട്ടല്ലേ നമ്മൾ കണക്കാക്കേണ്ടത്. അതിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്വാധീനമോ അല്ലെങ്കിൽ പീഡനമോ മറ്റോ ഒക്കെ ഉണ്ടോ? പീഡനവും സ്വാധീനവും ഒന്നുമില്ല, പക്ഷേ അതിനൊരു പ്രാധാന്യമുണ്ട് തെരഞ്ഞെടുപ്പായതുകൊണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ കോൺഗ്രസ്സിന് ഇതിനു മുമ്പും നിരവധി നോട്ടീസുകൾ പോയി കാണും. CPMന് വന്ന് കാണും, BJPക്ക് നോട്ടീസ് പോയി കാണും. ഇതൊന്നും വാർത്തയാവില്ല, ഇവർ പുറത്തും പറയില്ല. കാരണം അപ്പോൾ തിരഞ്ഞെടുപ്പല്ല. ഇപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ സമയമായതുകൊണ്ട് എനിക്ക് നോട്ടീസ് കിട്ടുമ്പോൾ പിയേഴ്സിന് എന്നെ പീഡിപ്പിച്ചതൊന്നുമല്ല, കഴിഞ്ഞ 1.5 വർഷമായിട്ട് നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുന്നതാണ്. പൈസ അടച്ചിട്ടില്ല, കാശ് അടച്ചിട്ടില്ല. ഞാനിങ്ങനെ ചുറ്റിപ്പിക്കാൻ നടക്കുകയാണ്. അവസാനം പിയേഴ്സിനൊന്ന് കടുപ്പിച്ച് കഴിഞ്ഞപ്പോൾ തിരഞ്ഞെടുപ്പ് മാർച്ച് 31 ഇതിൻ്റെ പ്രശ്നം. അതിന് മുമ്പാണല്ലോ പലപ്പോഴും ഈ കിട്ടാനുള്ള കൊണ്ടുപോകാൻ. അല്ല, ശരിയാണ്. അല്ലെങ്കിൽ നോക്കുന്നത് കോൺഗ്രസ്സിന് ആദ്യം ഇവർ നോട്ടീസ് അയച്ചു, ഇവർ കാശ് അടച്ചില്ല, ഇവർ ട്രിബ്യൂണലിൽ പോയി, പിഴയിട്ടപ്പോൾ ഇവർ ട്രിബ്യൂണലിൽ പോയി. അവരെന്ത് ചെയ്തു? അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. കോൺഗ്രസിൻ്റെ 600 ചില്ലാനും കോടി രൂപ മറ്റുമാണ്. അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. ട്രിബ്യൂണലിൽ പോയി. ട്രിബ്യൂണലിൽ പറഞ്ഞു, മര്യാദയ്ക്ക് കാശ് അടയ്ക്കും, നിങ്ങളുടെ ഭാഗത്ത് മെരിറ്റില്ല, നിങ്ങൾ കാശ് അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ പെനാൽറ്റി പിടിക്കും, അവർ നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പൈസ അവരെടുത്തുകൊണ്ട് പോകും. ഇൻകം ടാക്സുകാർ ഇൻകം ടാക്സ്, ESI, PF, പിന്നെ സാധാരണ നമ്മുടെ പോലീസിന് അക്കൗണ്ട് ഫ്രീസ് ചെയ്യാം, പക്ഷെ പൈസ എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. ബാക്കി 3 പേർക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ വലിക്കാനുള്ള അധികാരമാണ് സാർ, നിയമപരമായ അധികാരം. പ്രൊവിഡൻറ്റ് ഫണ്ടുകാർ ചെയ്യുന്നത് എന്താ? പ്രൊവിഡൻറ്റ് ഫണ്ട് അടയ്ക്കാത്ത കമ്പനിയിൽ അക്കൗണ്ട് അങ്ങ് ഫ്രീസ് ചെയ്യും. നെക്സ്റ്റ് ഡേ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ട് അത്രയും പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറയും ബാങ്കിനോട്. ബാങ്ക് നിയമപരമായിട്ട് ഈ പൈസ പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് മാറ്റാൻ ബാധ്യസ്ഥരാണ്. നിയമം അങ്ങനെയാണ്. എൻ്റെ അക്കൗണ്ടിൽ നിന്ന് കാശ് പോയി, എന്നോട് പറഞ്ഞില്ല, തന്നോട് പറയേണ്ട കാര്യമില്ല, ഈ തെമ്മടുത്ത് കാണിച്ച് കാശ് എടുക്കുക. ഇതുപോലെ ഇൻകം ടാക്സുകാരന് ഇത് ഫ്രീസ് ചെയ്തു, എടുത്തിട്ടില്ല, അവൻ ഫ്രീസ് ചെയ്തേ ഉള്ളൂ. നാളെ എടുത്തുകൊണ്ട് പോകും. ട്രിബ്യൂണലിൽ പോയി, ട്രിബ്യൂണലിൽ സമ്മതിച്ചില്ല. ഡൽഹി ഹൈക്കോടതി പോയി, ഹൈക്കോടതി പറഞ്ഞു പറ്റില്ല, ഇടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇനി എന്ത് പരാതിയാണ്? ഇതുപോലെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതേ ജാതി നോട്ടീസ് BJPക്ക് പോയി കാണും, അവർ പുറത്തു വിടാതെ മിണ്ടാതിരിക്കുകയാണ്. കാരണം ഇറഗുലാരിറ്റീസ് പലർക്കും ഉണ്ടാവില്ല. അല്ലേ, എല്ലാവർക്കും ഈ നോട്ടീസ് സാർ, എന്നെ ഇൻകം ടാക്സ് നോട്ടീസ് അയച്ചാൽ ഇൻകം ടാക്സ് പരസ്യ നോട്ടീസൊന്നുമല്ല അയക്കുന്നത്. ആ വ്യക്തിക്ക് പാർട്ടിയാണെങ്കിൽ ആ പാർട്ടിയുടെ പ്രസിഡൻറ്റോ സെക്രട്ടറി ഓപ്പറേറ്റിംഗ് മാൻ ആരാണെന്ന് നോക്കിയിട്ട് അയാൾക്കാണ് അയക്കുന്നത്. ഒന്നുകിൽ ഇൻകം ടാക്സുകാരന് ഇത് പരസ്യമാക്കണം, അല്ലെങ്കിൽ കിട്ടിയ ആൾ പരസ്യമാക്കണം. ഇവിടെ കിട്ടിയ ആളാണ് പരസ്യപ്പെടുത്തിയിരിക്കുന്നത്. കിട്ടിയ ആളും മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ നോട്ടീസിൻ്റെ കാര്യം ആരും അറിയില്ല. BJPക്ക് ഇത് നോട്ടീസ് കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചോ, നാണക്കേടല്ലേ, അവർ പുറത്ത് പറയില്ല. അവർക്ക് കിട്ടിയ നോട്ടീസ്, എടാ പണ്ടാരടങ്ങനെ ഇൻകം ടാക്സ് അടച്ചില്ലായിരുന്നോ? ഇല്ല, ദേ നോട്ടീസ് വന്നിട്ടുണ്ട്, തല പുറത്ത് കാണിക്കാൻ വേഗം കൊണ്ട് അടയ്ക്കുന്നു, അങ്ങനെ തീർക്കും. അതല്ലെങ്കിൽ ഇതിപ്പോൾ ആരോടും മിണ്ടണ്ട, നമുക്ക് ട്രിബ്യൂണലിൽ പോകാം, പത്രക്കാരും അറിഞ്ഞാൽ ഇതാൽ മതി. ഇല്ല സാറേ, ആ പിയേഴ്സിനെന്ന് പറഞ്ഞ് തുരപ്പനുണ്ട്, ഒരു കാര്യം ചെയ്യും, അവൻ്റെ കയ്യോ കാലോ ഓടിച്ച് കോടതിയിൽ വരാത്ത രീതിയിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മാനേജ് ചെയ്യുമോ വല്ലതും ചെയ്യും. ഈ നാണക്കേട് പല രീതിയിൽ, ഇപ്പോൾ മനുഷ്യന് വരുന്ന നാണക്കേട് പോലെയാണ് പാർട്ടികൾക്ക് വരുന്ന നാണക്കേട്, അത് മാനേജ് ചെയ്യും. ഇവരിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർക്കൊരു രക്തസാക്ഷി പരിവേഷം കിട്ടും, അതുകൊണ്ടാണ് ഈ നോട്ടീസ് പുറത്ത് വിടുന്നത്. ഇപ്പോൾ CPM ആണെങ്കിലും CPI ആണെങ്കിലും നെറ്റിത്തെറിക്കും, അയ്യോ മോദി ഫാസിസം എന്നൊക്കെ പറയുന്നു. കാശ് ചോദിച്ചു കഴിയുമ്പോൾ ഫാസിസം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ല, ഇതിപ്പോൾ നിയമപരമായിട്ട് അടക്കേണ്ട പണം അടച്ചേ പറ്റൂ. കാരണം അത് എല്ലാവരും, വ്യക്തികൾ, സ്ഥാപനങ്ങൾ, എനിക്ക് തോന്നുന്നു നോട്ടീസ് പുറത്ത് വന്നിട്ടില്ല, പക്ഷേ വന്ന വാർത്ത വെച്ച് ഞാൻ നോക്കുമ്പോൾ CPI ഇതിനകത്ത് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. അവരുടെ എന്തോ ഈ പാൻ കാർഡിൻ്റെ നമ്പറുണ്ട്, ആ നമ്പർ തെറ്റി. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവർ ചെയ്തിട്ടില്ല. അപ്പോൾ അവർ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ 15 കോടി രൂപയോ അങ്ങനെ എന്തോ അതിൻ്റെ ഇത് വരും, അത് ഞങ്ങൾ പിടിക്കുമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ CPIയെ സംബന്ധിച്ചിടത്തോളം ഈ കാർഡ് നമ്പർ കറക്റ്റ് ചെയ്തിട്ട് ഒരു സത്യവാങ്മൂലം വെച്ചാൽ ഒരു പക്ഷേ CPIയുടെ പ്രശ്നം തീരുമാനിക്കും.
CPM-ൻ്റെ പ്രശ്നം എന്താണെന്ന് പോലും അറിയാമില്ല. ടാക്സ് ഡിഫോൾട്ടാണോ അതോ പെനാൽറ്റിയാണോ? ഇവരുടെ ഒന്നും നോട്ടീസ് ആസ് സച്ച് പുറത്ത് വന്നില്ല. അത് വായിച്ചാലേ നമുക്ക് കാര്യം മനസ്സിലാവുള്ളൂ. അതൊട്ട് വന്നിട്ടുമില്ല. ഇതിപ്പോൾ ടി വിയിൽ സ്ക്രോളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. CPM കാര്യമായിട്ട് അതിൽ പ്രതികരിച്ചിട്ടില്ല. CPM ചെയ്തിരിക്കുന്നത് സീതാറാം യെച്ചൂരി ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കും എന്ന് പറഞ്ഞിട്ടാണ്. ഇന്നിപ്പോൾ അവധിയായതുകൊണ്ട് നാളെ അവധിയാണ്, മറ്റന്നാളെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റന്നാൾ അവർ മിണ്ടാതെ ഹൈക്കോടതിയിൽ പോകും. CPM-നെ സഹായിക്കണമെന്നുള്ളവർ ഈ ഇൻകം ടാക്സ് കേസ് അങ്ങ് വിട്ടുകളെ. CPM-നെ ഉപദ്രവിക്കണമെന്നുള്ള ചാനലുകൾ ഇത് പൊക്കിക്കൊണ്ട് നടക്കും. ഡൽഹി ഹൈക്കോടതി വിധി ഉടൻ എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം സാധാരണ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വാർത്തയായിട്ട് വരുന്നത് കോൺഗ്രസ് പെട്ടു, അല്ലെങ്കിൽ CPI പെട്ടു, CPM പെട്ടു എന്ന് വാർത്തകൾ വരുന്ന സമയത്ത് BJP എന്തുകൊണ്ട് പണം അടച്ചിട്ടില്ല എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടുവരാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ BJPക്ക് ഒന്നും ബാധകമല്ല, ബാക്കിയുള്ള പാർട്ടികൾക്ക് മാത്രം ബാധകമാണ് എന്ന തരത്തിൽ രാഷ്ട്രീയമായിട്ട് അതിനെ വ്യാഖ്യാനിക്കുന്ന രീതിയിൽ BJP ചെയ്യേണ്ട ഒരു കാര്യമാണ്, അവരുടെ ഇൻകം ടാക്സ് റിട്ടേൺസ് അതങ്ങ് പരസ്യപ്പെടുത്തുക. ശരിയാണ്. അതാ ഞങ്ങളൊന്നും കൊടുക്കാനില്ല, ഞങ്ങൾ റിട്ടേൺസ് കൊടുക്കാനുള്ള ടാക്സും കൊടുത്ത് ഞങ്ങളുടെ ബാധ്യത കഴിഞ്ഞ സെപ്റ്റംബറിൽ തന്നെ ഞങ്ങൾ തീർത്തു. സെപ്റ്റംബർ 30-നാണല്ലോ ഇതെല്ലാം തീർക്കേണ്ടത്, ഫയലിംഗ് ചെയ്യേണ്ടത്. ഫയലിംഗ് ഡേറ്റിനുള്ളിൽ തന്നെ ഞങ്ങൾ ചെയ്ത് തീർത്തപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നോട്ടീസില്ല, നിങ്ങൾ തീർത്തില്ല. പിന്നെ ഇവർക്കെതിരായിട്ടുള്ള ഒരു ആരോപണത്തിന് കാലം കുറേ ആയിട്ട് ഈ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഒരു ധാർഷ്ട്യമുണ്ട്, ഇൻക്ലൂഡിങ് BJP. ഞാൻ പറയുകയാണ്, പൊതുവേ നമ്മുടെ സമൂഹത്തിൽ കാണാമല്ലോ, ഒരു നിയമം അവർക്ക് ബാധകമല്ല. ടോള് അവർക്ക് ബാധകമല്ല. PS-നെ പിടിച്ചു നിർത്തും വണ്ടി 30 രൂപ 35 രൂപ. ഒരു രാഷ്ട്രീയക്കാരനൊരു കൊടിയും വെച്ച് വന്നു കഴിഞ്ഞാൽ അത് മാത്രമല്ല, ഹെൽമെറ്റ് വെച്ചൊന്നും ഇവർ സഞ്ചരിക്കുന്നുണ്ട്. ഇല്ല, ഒരു ഒറ്റ നേതാവ് ഹെൽമെറ്റ് വെക്കില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. പോലീസ് സജി ചെറിയാൻ അതിൽ കുടുങ്ങിയതാണ്. സജി ചെറിയാൻ 3-4 കാറുണ്ട് അദ്ദേഹത്തിന്. ലളിത ജീവിതം കാണിക്കാനായിട്ടൊരു സ്കൂട്ടറും മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് അതും എടുത്തുകൊണ്ട് തിരുവല്ലയിലോ മറ്റോ ഇറങ്ങി പണ്ടാറടങ്ങാനായിട്ട് മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഫോട്ടോ എടുത്തു, ഹെൽമെറ്റ് വെച്ചില്ല എന്ന് പറഞ്ഞ് ബഹളം. പുള്ളി തിരിച്ച് വണ്ടി ഓടിച്ചുകൊണ്ട് പോയി, പിന്നെ കാറിലാണ് പോയത്. ഹെൽമെറ്റില്ലാത്ത കുറ്റാകുമല്ലോ. പോലീസുകാരാണെങ്കിൽ പറഞ്ഞു, ഹെൽമെറ്റ് വയ്ക്കാതെ സജി ചെറിയാൻ വണ്ടി ഓടിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല, അതിൻ്റെ ഫോട്ടോ കണ്ടിട്ട് ഫൈൻ അടയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് സജി ചെറിയാൻ രക്ഷപ്പെട്ടു. രാഷ്ട്രീയക്കാർക്ക് നിയമങ്ങൾ ബാധകമല്ല എന്നൊരു ധാർഷ്ട്യം അവരുടെ മനസ്സിലുമുണ്ട്. ഇൻകം ടാക്സ് ബാധകമല്ല, സെയിൽ ടാക്സ് ബാധകമല്ല, ഒരു സ്ഥലത്ത് നോ അഡ്മിഷൻ എഴുതി വെച്ചാൽ അവർക്ക് ബാധകമല്ല, അവർ ചുമ്മാ തുറന്ന് കയറി വരും. നമ്മൾ ഈ നോ അഡ്മിഷൻ, ഇവിടെ കയറാൻ പാടില്ലാത്തതാണ്, നമ്മൾ കയറില്ല, വെയിറ്റ് ചെയ്യുക, അവിടെ ആരെങ്കിലും ഉണ്ടോ, സെക്യൂരിറ്റി. രാഷ്ട്രീയക്കാർക്ക് എല്ലാവർക്കും ഒരു ഗ്രീൻ ചാനൽ ഉണ്ടായിരിക്കും എല്ലായിടത്തും. ഏത് പോലീസ് സ്റ്റേഷനിൽ നോക്ക്, പോലീസ് സ്റ്റേഷനിൽ രാഷ്ട്രീയക്കാർ കയറി പോകുന്നത് കണ്ടിട്ടില്ലേ? നമ്മളാണെങ്കിൽ ഒരല്പം പോലീസ് സ്റ്റേഷനാണല്ലോ ചെറിയൊരു പേടിയും ഒക്കെ നമുക്കുള്ളിലുണ്ട്. ഇവർക്കതൊന്നുമില്ല, ചുമ്മാ അങ്ങോട്ട് കയറിപ്പോകും. അതുകൊണ്ടാണ് പണ്ട് ആൻ്റണി പറഞ്ഞിരുന്നു, ഒരു രാഷ്ട്രീയക്കാരൻ്റെ അകമ്പടി ഇല്ലാതെ ഒരു പൗരന് എന്ന് ധൈര്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറാൻ പറ്റുമോ അന്ന് കേരള പോലീസ് നന്നായി എന്ന് ഞാൻ പറയാം. ഇപ്പോൾ സംഭവിക്കുന്നത്, നമ്മൾ ഒരാളെ സ്റ്റേഷനിൽ വിളിച്ചു കഴിഞ്ഞാൽ അയാൾ ഓടി ഏതെങ്കിലും പാർട്ടിയുടെ നേതാവിൻ്റെ അടുത്ത് പോകും. എന്നെ സ്റ്റേഷനിൽ വിളിപ്പിച്ചു, നീ ഇവിടെ നിൽക്കേ, ഞാൻ വരാം. എന്നിട്ട് ഇയാളെയും കൂട്ടിയാണ് എന്നെ സ്റ്റേഷനിലേക്ക് പോകുന്നത്. പിന്നെ ഒരു കാര്യം, ഇയാളെ കൂട്ടിക്കഴിഞ്ഞാൽ സ്റ്റേഷനിൽ തല്ലൊന്നും കിട്ടില്ല. ഒറ്റയ്ക്ക് ഇവൻ പോയി കഴിഞ്ഞാൽ എന്താ ചോദിച്ചുകൊണ്ട് താടിക്കൊരു തട്ട്, പിന്നെ ഒരു അടി, ഇതൊക്കെ കിട്ടും. ഇത് പേടിച്ചിട്ടാണ് ഇപ്പോൾ അവൻ രാഷ്ട്രീയക്കാരൻ്റെ കാല് പിടിക്കുന്നത്. ഇവരെ ഒഴിവാക്കാനായിട്ട് കഴിയും. അതിന് പോലീസുകാരും പോലീസ് സ്റ്റേഷനും നന്നാവണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നതായിട്ടുള്ള ഒരു അപേക്ഷ, ഇപ്പം ഞാൻ പറഞ്ഞ പരാതി കൊടുക്കുന്ന ആളുകൾക്ക് പ്രശ്നങ്ങളുണ്ട്. ഒറ്റയ്ക്ക് പോയി പരാതി കൊടുക്കാനുള്ള ഒരു ഭയം അവരെ ബാധിക്കുന്നുണ്ട്. കാരണം പോലീസ് സ്റ്റേഷനിലെ കാര്യം എന്ന് കഴിഞ്ഞാലും പോലീസിൻ്റെ ഒരു ഭാഷയുണ്ട്. ആ ഭാഷ എന്ന് പറയുന്നത് നല്ല ഭാഷയല്ല. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുടെ സാന്നിധ്യം അവർ ആവശ്യപ്പെടുന്നത്. ഇത് മാറണമെങ്കിൽ പോലീസ് സ്റ്റേഷൻ മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. മാറാൻ വലിയ പ്രയാസം. ഞാൻ പണ്ട് അടിയന്തരാവസ്ഥ കഴിഞ്ഞു, അതൊരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമായിരുന്നല്ലോ, ജനതാ പാർട്ടി അധികാരത്തിൽ വന്നു നോക്കിയപ്പോൾ. അപ്പോൾ അടിയന്തരാവസ്ഥ വിരുദ്ധനായ ഞാൻ ഒരല്പം ഇതിൽ നിൽക്കുകയാണ്, സ്പിരിറ്റിലൊക്കെ. അപ്പോൾ പാലക്കാടാണ് എനിക്കന്ന് ചെറിയൊരു ജോലിയുണ്ട്. അവിടെ ഒരു ചായക്കടയിലാണ് ഭക്ഷണ സംഗതിയൊക്കെ. അപ്പോൾ അവിടെ ഇരുന്ന് ഞാൻ ഭയങ്കര വാചകമടി, ഇന്ദിരാഗാന്ധിയെ വിമർശിച്ചും പോലീസിനെ വിമർശിച്ചും പോലീസിൻ്റെ മർദ്ദനം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെറുപ്പക്കാരനാണ്. കേൾക്കാൻ 2-3 കളവന്മാരും ഉണ്ട്, സമയം പോകണമല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നവർ. അപ്പോൾ വേറൊരാളും വന്നു ഇരുന്നു, അയാളും കേൾക്കുന്നുണ്ട്. ഞാനിങ്ങനെ അടിച്ച് തകർത്ത്
ഒക്കെ പോലീസിനെയൊക്കെ വല്ലാതെ ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ പതുക്കെ എണീറ്റ് കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, അനിയ അവിടെ ഇരുന്ന് ചോദിക്കട്ടെ. ഞാൻ ഇരുന്നു. അത് പറഞ്ഞു, പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഇതുവരെ പോയിട്ടില്ല, പോകേണ്ടി വന്നിട്ടില്ല. എൻ്റെ ധാർഷ്ട്യം, എൻ്റെ ഭരണമാണല്ലോ എനിക്ക്. കോൺഗ്രസിനെ തൂത്തെറിഞ്ഞ് ജനതാ പാർട്ടി എൻ്റെ ആരാന്ന് ചോദിച്ചാൽ ഒന്നുമല്ല. എന്നാലും ഒടുവിൽ സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അന്ന് എൻ്റെ ടാർഗറ്റ് പുലിക്കോടൻ നാരായണനായിരുന്നു. പുലിക്കോടൻ നാരായണനെയാണ് ഞാൻ ഭീമമായിട്ട് ആക്രമിച്ചത്. ഇതാണെങ്കിൽ ഒരു സെർവിങ് പോലീസുകാരനാണ്, സിവിൽ ഡ്രസ്സിലാണെന്നേ ഉള്ളൂ, സെർവിങ് പോലീസുകാരനാണ്. അയാൾ പോലീസ് സ്റ്റേഷനിലെ കാര്യങ്ങളും സംഗതിയൊക്കെ പറഞ്ഞു. അനിയൻ ഈ പറയുന്ന പോലെ മര്യാദയ്ക്ക് പെരുമാറിക്കഴിഞ്ഞാൽ ഒരുത്തൻ സത്യം പറയുമോ? പറയില്ല. ഞങ്ങൾ ചെയ്യുന്നത് ഇവൻ്റെ അടിനാവിക്ക് ഇങ്ങനെ ഒരു പിടുത്തം പിടിക്കും. എവിടെയാടാ മാല വെച്ചിരിക്കുന്നത്? നീ മാല കട്ടോടാന്നല്ല ചോദ്യം. ആദ്യത്തെ ചോദ്യം എവിടെയാടാ മാല വെച്ചിരിക്കുന്നത്? അപ്പം അവൻ സത്യം പറയും, തത്ത പറയുന്ന പോലെ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി വിറ്റു എന്ന് പറയും. ഇങ്ങനെയാണ് കേസ് പിടിക്കുന്നത്. അല്ലാതെ മോനെ ഇരിക്ക്, നീ മോഷ്ടിച്ചോ, മോഷ്ടിക്കുന്നൊരു നല്ല സ്വഭാവം അല്ലല്ലോ, ഇങ്ങനെയൊക്കെ പറഞ്ഞൊന്നും കേസ് കളിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് പോലെയായി പുറത്തിറങ്ങി. അപ്പോൾ പുള്ളി പറഞ്ഞു, ഏത് പാർട്ടിയിലാണ്? ഞാൻ പറഞ്ഞു, എനിക്ക് പാർട്ടിയൊന്നുമില്ല. പിന്നെ ഈ ഖദർമുണ്ടോ? ഞാൻ പറഞ്ഞു, അത് ഒരു ഖദർമുണ്ട് എനിക്കുണ്ടോ, അത് ഞാൻ എടുത്തു. അപ്പോൾ താൻ എന്നെ പറ്റിച്ചതല്ലേ? ഞാൻ സത്യത്തിൽ അത്രയും നേരം മിണ്ടാതിരുന്നത് ഈ ഖദർമുണ്ടായതുകൊണ്ട് കോൺഗ്രസിനെതിരെ പറയുകയും ചെയ്യുന്നു, ഖദർമുണ്ട് എടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇവൻ വേറെ ഏതോ പാർട്ടിയിലെ ഒരു ഉഗ്രൻ പ്രവർത്തകനാണ്. അല്ലെങ്കിൽ ഞാൻ ചായക്കട വെച്ച് ഞാൻ കൈവയ്ക്കേണ്ടതാണ്. പിന്നെ കൂട്ടുകാരായില്ല, അതുകൊണ്ട് വീണ്ടും കൈവയ്ക്കാതിരിക്കുന്നത്. ഈ ഖദർമുണ്ടിൻ്റെ ബലത്തിൽ തലമുള്ളതെ രക്ഷപ്പെട്ടു. ബട്ട് ആ മനുഷ്യൻ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, ഈ മര്യാദയ്ക്ക് പൊതുജനങ്ങളുടെ മുമ്പിലും ഒരു വിലയില്ല. മര്യാദക്കാരനെ ആരും വകവയ്ക്കുന്നില്ല. പിയേഴ്സൺ മര്യാദയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പിയേഴ്സിനെ കടന്ന് ക്യൂവിൽ മുമ്പിൽ കയറിയിട്ട് പോകും. അതല്ല പിയേഴ്സിനെ ഒട്ടക്കനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ മര്യാദയ്ക്ക് പുറകിൽ തന്നെ നിൽക്കും. ഇത് നമ്മുടെയും നമ്മുടെ സ്വഭാവമാണല്ലോ പോലീസിനെ പിടിക്കുന്നത്. പലപ്പോഴും എനിക്ക് പോലീസിന് ചെയ്യുന്നത് മോശമാണെന്ന് തോന്നുമെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കും കൂടെ ആണല്ലോ എന്ന് തോന്നുമ്പോൾ മിണ്ടാതിരിക്കാനേ തോന്നുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം അത് തന്നെയാണ് ഈ രാഷ്ട്രീയക്കാരുടെ കാര്യത്തിലും വരുന്നത്. അവരുടെ ധാർഷ്ട്യം പൊതുജനം അംഗീകരിക്കുന്നു, പോലീസിനും അംഗീകരിക്കേണ്ടി വരുന്നു. അല്ല, ഈ പൊതുസമൂഹത്തെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ബോധവൽക്കരിക്കുകയും അവർ ജനാധിപത്യപരമായിട്ടുള്ള ജീവിക്കാനായിട്ട് പ്രാപ്തരാക്കുകയും ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു കാലത്ത്. കാരണം നമ്മളിത് സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന സമയത്തൊക്കെ ഇന്ത്യക്കാർ മുഴുവൻ തന്നെ ബ്രിട്ടീഷുകാരുടെ അടിമകളെ പോലെ ഇങ്ങനെ ജീവിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ബ്രിട്ടീഷുകാരുടെ ഭരണം മാറി നമ്മളുടെ ഭരണം വന്നു. ആ ഭരണത്തിൽ നമ്മളുടെ ആളുകൾ സാധാരണ ചേരുന്നത് ഏതാണോ ഭരിക്കുന്ന പാർട്ടി, ആ ഭരിക്കുന്ന പാർട്ടിക്ക് വിധേയമായിട്ട് ഇങ്ങനെ നിൽക്കുക. എല്ലാ സ്ഥലത്തും ജനങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെയായി മാറിക്കൊണ്ടിരിക്കുകയേ ഉള്ളൂ. വേറെ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഏകദേശം അങ്ങനെ ഇരിക്കും. അത് ഈ മറ്റേ ആർണോൾഡ് ടോയൻബിയൊക്കെ വലിയ ചരിത്രകാരന്മാരുടെ ഹക്സലി എന്നായിരുന്നു ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ. ടോയൻബിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഒരു ക്രിയേറ്റീവ് മൈനോറിറ്റി സൊസൈറ്റിയിൽ അത് മൈനോറിറ്റി ആയിരിക്കും എപ്പോഴും. ക്രിയേറ്റീവാണ് പക്ഷെ മൈനോറിറ്റിയാണ്. ഡോമിനൻ്റ് മൈനോറിറ്റി പൊളിറ്റീഷ്യൻസ് ഭയങ്കര ഡോമിനേറ്റിംഗ് ആണ്. അവരും മൈനോറിറ്റി ആയിരിക്കും. എണ്ണത്തിൽ കുറവാണ് പൊളിറ്റീഷ്യൻ, പക്ഷെ ഭയങ്കര ഡോമിനേറ്റിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു സൊസൈറ്റിയുടെ ഒരു സ്ട്രക്ചറുണ്ട് കാലാകാലങ്ങളായിട്ട്. അത് മാറാൻ പോകുന്നില്ല. അതിപ്പോൾ വേദത്തിലും പറയുന്നുണ്ട്, ഈ ഭിന്നാഭിപ്രായങ്ങളുമായിട്ടാണ് മനുഷ്യൻ ജനിക്കുന്നത് തന്നെ. ജനം ബിഭ്രതി ബഹുധാ വിഭാഷിതം എന്ന് പറയും. ഒരു കാലത്തും ഏകാഭിപ്രായം ജനങ്ങൾക്കുണ്ടാവില്ല. ബഹുധാ അഭിപ്രായങ്ങളും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവണതിൽ വിരോധമില്ല. പിന്നെ അതിൻ്റെ ഈ എക്സ്ട്രീമാണ് മലയാളി. അത് നമ്മളുടെ TN ജയേന്ദ്രൻ പഴയ IAS ചീഫ് സെക്രട്ടറി ഒക്കെ ആയിരുന്നു. അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്, ഈ അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷം എന്നൊരു ചൊല്ല് വേറെ ഒരു ഭാഷയിലല്ല, മലയാളത്തിൽ മാത്രമേ ഉള്ളൂ. കാരണം മറ്റെല്ലാ രാജ്യത്തും ഭാരതത്തിലും പുറത്തും എല്ലാം അമ്മയെ തല്ലിയാൽ ഒരൊറ്റ പക്ഷമേ ഉള്ളൂ, അത് പോക്രത്തിലാണ്. ഇവിടെ അതിനും രണ്ട് പക്ഷമുണ്ട്. അപ്പോൾ മലയാളികൾ നമ്മളൊരു പ്രത്യേക ജനസാണ്. ബാക്കിയുള്ള ശരിയായിരിക്കാം. ഈ ഹക്സലിങ്ങിനെ കിങ് ലോഗിനെ കുറിച്ചും കിങ് സ്റ്റോക്കിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു പ്രയോഗമുണ്ടല്ലോ.
അപ്പോൾ ഈ തവളകളുടെ അടുത്തേക്ക് വലിയ ഒരു തടിക്കഷ്ണം ഇട്ട് കൊടുത്ത സമയത്ത് ആ തടിക്കണത്തിൻ്റെ മുകളിലൊക്കെ കയറിയിരുന്ന തവളകൾ ചാടിക്കളിക്കാൻ ബഹളമൊക്കെ ചെയ്ത്. അപ്പോൾ ഇവനെന്ത് രാജാവ് എന്നല്ലൊക്കെ അതിനെ കണക്കാക്കി. എന്നാൽ കൊക്ക് വന്ന സമയത്ത് അവൻ ഓരോന്നിനൊക്കെ ഇങ്ങനെ കൊത്തി തിന്നാനായിട്ട് തുടങ്ങിയ സമയത്ത് അതിനെ അംഗീകരിക്കാനും ബഹുമാനിക്കാനും അടിമയാകാനുമാണ് തയ്യാറാവുന്നത്. ഇതുതന്നെയാണ് നമ്മളുടെ പൊതുസമൂഹത്തിൻ്റെ സ്ഥിതി. ഈ നേരത്തെ പറഞ്ഞ പോലെ മുട്ടാള സ്വഭാവം കാണിക്കുമ്പോഴാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, അതിന് വിധേയമായി നിൽക്കാനായിട്ട് പരിശ്രമിക്കും. നമ്മളീ പറയുന്ന പോലെയുള്ളൊരു ജനാധിപത്യ പ്രക്രിയയിലേക്ക് പൊതുസമൂഹം വരിക എന്ന് പറഞ്ഞാൽ അസാധ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നിലെ അടിമകൾ, അല്ലെങ്കിൽ അരാജക സ്വഭാവം പുലർത്തുന്ന ഒരു ആൾക്കൂട്ടമായിട്ട് ആളുകൾ മാറുക. ഇതല്ലാത്ത ഒരു നമ്മളെ വളരെ വളരെ സോബറായിട്ടുള്ള ഒരു സമൂഹത്തെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും പ്രസക്തിയുണ്ട്? ഇല്ല, അങ്ങനെ ഒരു ചിന്തയ്ക്ക് വലിയ പ്രസക്തിയില്ല. അതൊരു ഉട്ടോപ്പിയായിട്ടാണ് എല്ലാവരും സങ്കല്പിക്കുന്നത്. ഈ ധർമ്മേണ ഇവ പ്രജാ സർവ രക്ഷന്തി സ്മ പരസ്പരം, എല്ലാവരും ധർമ്മനിഷ്ഠന്മാരായിട്ട് മര്യാദക്കാരായിട്ട് പരസ്പരം ഉപദ്രവിക്കാതെ, അങ്ങനെ ഒരു സാധനം എല്ലാവരും അങ്ങനെ അതിന് ശ്ലോകമൊക്കെ ഉണ്ട്. കൃതയുഗം എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ ഒരു ഐഡിയൽ യുഗമാണ്. പക്ഷേ അത് ഇപ്പോഴും ഐഡിയലായിട്ട് അവശേഷിക്കുന്നു. ഫലത്തിൽ നമ്മൾ ഇതിൻ്റെ എല്ലാം ഒരു മിക്സായിട്ട് കുറേ കാലം അടിമകളാകുക, പിന്നെ തിരിഞ്ഞു കടിക്കുക, റിവോൾട്ട് ചെയ്യുക, അതിനൊരു നേതാവ് ഉണ്ടാകുക, അയാളുടെ പിന്നിൽ നടക്കുക, ആ ഭരണം പോയിട്ട് വേറൊരു ഭരണം വരിക, ഇതിലും ഭേദം പഴയതായിരുന്നു എന്ന് തോന്നുക. ഇങ്ങനെ ചെയ്താണ് ജനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഈ ടാക്സും അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പും ഒക്കെ എന്ന് പറയുന്നത് ഇതിൻ്റെ തന്നെ ഭാഗമായിട്ട് വരുന്ന ആവർത്തനങ്ങൾ മാത്രം. തെരഞ്ഞെടുപ്പ് ഉത്സവത്തിലെ ഒരു വെടിക്കെട്ടിൻ്റെ ഒരു പ്രധാന സാധനം ടാക്സാണ്. അത് വെച്ചുള്ള പല നിലയിലുള്ള അമിട്ടുകൾ ഇങ്ങനെ ഇനിയും തുടക്കം മാത്രം ഇനിയും പൊട്ടിക്കൊണ്ടിരിക്കും. കുറച്ച് ഈ മാസം ഒരു മാസം എങ്ങനെയെങ്കിലും തീർക്കാൻ വേണ്ടിയിട്ട് പല സാധനങ്ങളും ഇങ്ങനെ കരുതി വെച്ചിരിക്കുകയാണ്, ഓരോന്നോരോന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.